പവിത്രതകളേറെ നിറഞ്ഞ വിശുദ്ധമായ റമളാനിന്റെ റഹ്മത്തിന്റെ 10 ഇതാ വിട പറയാൻ ഒരുങ്ങുകയാണ്. മഗ്ഫിറത്തിന്റെ 10 നമ്മളിലേക്ക് കടന്നു വരുന്നു ഇന്നത്തെ മഗ്രിബോടുകൂടി. ഇന്നത്തെ മഗ്രിബോടെ നമ്മളിലേക്ക് വരുന്ന മറ്റൊരു കാര്യമാണ് റമളാനിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവ്. റമളാനിന്റെ രണ്ടാമത്തെ 10-ലെ ആദ്യത്തെ രാവും ഇന്നത്തെ മഗ്രിബോടുകൂടി നമ്മളിലേക്ക് ഇതാ ആഗതമാവുകയാണ്. അതിശ്രേഷ്ഠമായ പുണ്യങ്ങൾ ഏറെ നിറഞ്ഞ ഈ ഒരു സമയത്ത് ഇൻഷാ അല്ലാഹ് രണ്ടാമത്തെ 10 ദിനങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട ദിക്ർ തസ്ബീഹ് ഏതാണെന്നും അതിൻ്റെ അർത്ഥം എന്താണെന്നും അത് പറഞ്ഞാൽ കിട്ടുന്ന നേട്ടങ്ങൾ എന്താണെന്നും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അതോടൊപ്പം അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്തിഗ്ഫാറുകളുടെ നേതാവ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ, നമുക്കൊക്കെ പരിചയമുള്ള വാക്കാണത്. നമുക്കെല്ലാവർക്കും മനപ്പാടമുണ്ട് പല ആളുകൾക്കും. എന്നാൽ അറിയാത്ത ചില ആളുകളെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകുമല്ലോ. അപ്പോൾ അറിയുന്നവർക്കും അറിയാത്തവർക്കും എന്താണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നും അത് പറഞ്ഞാൽ കിട്ടുന്ന നേട്ടങ്ങൾ എന്താണെന്നും അത് എങ്ങനെയാണ് പറയേണ്ടത്, എപ്പോഴാണ് പറയേണ്ടത്, അത് പറയുമ്പോൾ വുളു വേണോ അതോ അതുപോലെ തന്നെ ആണുങ്ങൾക്ക് മാത്രമാണോ പെണ്ണുങ്ങൾക്ക് പറയാമോ, അതുപോലെ ഇതിൻ്റെ അർത്ഥം എന്താണ്, അതെങ്ങനെയാണ് പറയേണ്ടത്, വിശദമായ ചർച്ച ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ ഒരാൾക്ക് കിട്ടുന്ന നേട്ടം ഒരു ചെറിയ ചരിത്രത്തിലൂടെ നമുക്കൊന്ന് പഠിച്ച് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറന്നു പോവരുതേ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റമളാൻ 30 ദിനങ്ങൾ, അതിശ്രേഷ്ഠമായ 10 ദിനങ്ങൾ റഹ്മത്തിന്റെ 10 ആണ്. രണ്ടാമത്തെ 10 ദിനങ്ങൾ മഗ്ഫിറത്തിന്റെ 10 ആണ്. അള്ളാഹുവിൻ്റെ പാപമോചനം കിട്ടുന്ന 10 ദിനങ്ങൾ. മൂന്നാമത്തേതോ അത് നരകമോചനത്തിൻ്റെ സ്വർഗപ്രവേശനത്തിൻ്റെ ദിനരാത്രങ്ങളാണ്. ആദ്യത്തെ 10 ദിനങ്ങൾ നമ്മളിൽ നിന്നും വിട പറഞ്ഞ് മഗ്ഫിറത്തിൻ്റെ 10 ദിനങ്ങൾ കടന്നു വരുമ്പോൾ ഈ മഗ്ഫിറത്തിൻ്റെ 10-ൽ പറയേണ്ട മുഴുവൻ കാര്യങ്ങളും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നതോടൊപ്പം നമ്മൾ സ്പെഷ്യലായി പറയേണ്ട സയ്യിദുൽ ഇസ്തിഗ്ഫാർ അതെപ്പോൾ പറയണം, അതിൻ്റെ നേട്ടം എന്താണെന്ന് കൂടുതൽ വിശദീകരിച്ച് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാം. അവസാനം വരെ കാണുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, സഹോദരിമാരെ, ഉപ്പമാരെ, സഹോദരങ്ങളെ, കരുണാവാരിധിയായ പടച്ച തമ്പുരാൻ അവൻ്റെ റഹ്മത്ത് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അവൻ്റെ മഗ്ഫിറത്ത് കിട്ടുന്നവരുടെ കൂട്ടത്തിലും അതുപോലെ തന്നെ നരകമോചനം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ സ്വർഗപ്രവേശനം കിട്ടുന്ന ആ ഒരു വിഭാഗത്തിൽ നമ്മളെല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് ദുഃഖവുമുണ്ട് സന്തോഷവുമുണ്ട് ഈ ഒരു സമയത്ത്. കാരണം റമളാനിൻ്റെ ആദ്യത്തെ 10 ദിനങ്ങൾ അത് അള്ളാഹുവിനോട് അവൻ്റെ റഹ്മത്തിനെ ചോദിക്കുന്ന 10 ദിനങ്ങളാണ്. അത് ഇന്നത്തെ ലാസ്റ്റ് പകലാണ്. ഇന്നത്തെ മഗ്രിബോട് കൂടി റഹ്മത്തിൻ്റെ 10 വിട പറയുന്നു, മഗ്ഫിറത്തിൻ്റെ 10 കടന്നു വരുന്നു. അപ്പോൾ റഹ്മത്തിൻ്റെ 10 വിട പറഞ്ഞു പോവുകയാണല്ലോ, റഹ്മത്ത് ഇനി കിട്ടൂലേ എന്നുള്ള ഒരു ബേജാറ്. അതുപോലെ മഗ്ഫിറത്തിൻ്റെ 10 വരികയാണല്ലോ, എൻ്റെ പാപമോചനം, പാപങ്ങൾ പൊറുപ്പിക്കാനുള്ള സുന്ദരമായ നിമിഷങ്ങൾ വരികയാണല്ലോ എന്നുള്ള വലിയൊരു സന്തോഷം. ഞാൻ ആദ്യം പറയട്ടെ, നമ്മൾ റഹ്മത്തിൻ്റെ 10-ൽ ഒരുപാട് ദുആ നമ്മൾ ചെയ്തു. പ്രത്യേകിച്ച് അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ, കരുണയുള്ള റബ്ബേ നീ എനിക്ക് കരുണ തരണേ എന്ന് നമ്മൾ ദുആ ചെയ്തു. ആ ദുആ ഇനിയും നമുക്ക് ചെയ്യാം. മഗ്ഫിറത്തിൻ്റെ 10-ലും നമുക്ക് പറയാം, അവസാനത്തെ 10-ലും നമുക്ക് പറയാം. റമളാനിൽ 3 10-കളാണല്ലോ. ഒന്ന് ആദ്യത്തെ 10 ദിനങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കൂടുതൽ ചോദിക്കേണ്ട 10 ദിനങ്ങളാണ്. മറ്റ് ദിവസങ്ങളിൽ റഹ്മത്തിനെ ചോദിച്ചാൽ അള്ളാഹു ആ റഹ്മത്ത് തരില്ല എന്നല്ല അർത്ഥം. ആ സമയത്ത് നമുക്ക് ചോദിക്കാം, പക്ഷേ സ്പെഷ്യലായി നമ്മൾ ചോദിക്കേണ്ട 10 ദിനങ്ങളാണ് ആദ്യത്തെ 10 ദിനങ്ങൾ. അപ്പോൾ റഹ്മത്തിൻ്റെ 10 വിട പറയുകയാണ്, മഗ്ഫിറത്തിൻ്റെ 10 കടന്നു വരികയാണ്. ഈ ഒരു സമയത്ത് ഇൻഷാ അള്ളാഹ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില സുപ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കുന്നതോടൊപ്പം തന്നെ വിശുദ്ധമായ റമളാനിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവിലുമാണ് നമ്മളുള്ളത്. അൽഹംദുലില്ലാഹ്, അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. വലിയ ശ്രേഷ്ഠതയാണ്. മാത്രമല്ല റമളാനിലെ രണ്ടാമത്തെ 10-ന്റെ ആദ്യത്തെ രാവും ഇന്ന് മഗ്രിബോടുകൂടി നമ്മളിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ വളരെയധികം ശ്രേഷ്ഠതകൾ ഏറിയേറി വരുന്ന ഒരു സന്ദർഭങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ പരിസരത്ത് വീടിൻ്റെ തൊട്ടടുത്തൊരു കടയുണ്ട്. ആ കടയിൽ ഒരു ഓഫർ വന്നു. കട കാലിയാക്കൽ, എല്ലാ സാധനങ്ങളും 50% ഓഫറിൽ. നമ്മളെല്ലാവരും ആദ്യം പോവും.
എന്തിനാ? ആ ഓഫറുള്ള സാധനങ്ങൾ നമ്മൾ ആദ്യം പോയാലാണ് നല്ല സാധനങ്ങൾ കിട്ടുക. എല്ലാവരും പോട്ടെ, അവസാനം പോകാമെന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം പോയാൽ ആർക്കും വേണ്ടാത്ത വളരെയധികം മോശപ്പെട്ട സാധനങ്ങളായിരിക്കും നമുക്ക് കിട്ടുക. ഇത് നമ്മുടെ ദുനിയാവിലൊരു ഓഫർ വന്നാൽ ഒരു കടയിലെ അവസ്ഥയാണ്. എന്നാൽ ആഖിറത്തിലേക്കുള്ളൊരു ഓഫറാണ് ഈ റമദാൻ മാസം. ഈ റമദാനിൽ ഓരോ ദിവസവും കഴിയുന്തോറുമാണ് മൂല്യമുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടുക. റഹ്മത്തിൻ്റെ പത്തിൽ കിട്ടിയിട്ടുള്ള പ്രതിഫലങ്ങളല്ല മഗ്ഫിറത്തിൻ്റെ പത്തിൽ കിട്ടുന്നത്. ഈ മഗ്ഫിറത്തിൻ്റെ പത്തിൽ കിട്ടുന്ന പ്രതിഫലങ്ങളല്ല അവസാനത്തെ പത്തിൽ കിട്ടുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ വിശുദ്ധമായ റമദാനിൻ്റെ രണ്ടാമത്തെ പത്ത് നമ്മളിലേക്ക് പ്രവേശിക്കുകയാണ്. രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവിലുമാണ് നമ്മളുള്ളത്. ഈ ഒരു സമയത്ത് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മഗ്രിബോടുകൂടി നമ്മൾ പറയുന്ന ദിക്റാണ് അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അല്ലാഹുവേ ഗ്ഫിർലി ദുനൂബി, നീ എൻ്റെ പാപങ്ങൾ പൊറുത്തു തരണേ അല്ലാ. യാ റബ്ബൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവായ റഹ്മാനേ, ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാ, നീ എൻ്റെ പാപങ്ങൾ പൊറുത്തു തരണേ എന്നാണ് രണ്ടാമത്തെ 10 ദിനങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട ദുആ. അതോടൊപ്പം തന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ എന്ന ആ ദുആ നമ്മൾ റമദാനിൽ എല്ലാ ദിവസവും പറയേണ്ടതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പാപങ്ങൾ പൊറുപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ പ്രകൃതി തന്നെ തെറ്റുകളിലേക്ക് പോവുക എന്നുള്ളതാണ്. തെറ്റുകൾ ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മൾ ആരാവണം? നമ്മൾ പ്രവാചകന്മാരാവണം. പ്രവാചകന്മാരായ പിന്നെ തെറ്റു ചെയ്യൂല. പക്ഷെ നമ്മളൊക്കെ പച്ച മനുഷ്യരാണ്. നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ പറ്റിപ്പോകുന്നവരാണ്. ഈ ഒരു സമയത്ത് അബദ്ധങ്ങൾ പറ്റി ഞാനൊരു തെറ്റ് ചെയ്തു, പാപം ചെയ്തു എന്ന് പറഞ്ഞ് മാറി നിൽക്കലല്ല, അത് അള്ളാഹുലേക്ക് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമാകുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടാകുന്നത് നമുക്ക് പറ്റിപ്പോയ അബദ്ധങ്ങൾ അള്ളാഹുലേക്ക് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യുമ്പോഴാണ്, ഇസ്തിഗ്ഫാർ പറയുമ്പോഴാണ്. അതിനുള്ള ഏറ്റവും നല്ല അവസരങ്ങളാണ് ഇനിയുള്ള 10 ദിനങ്ങൾ നമ്മളിലേക്ക് അള്ളാഹു തആല വെച്ച് നീട്ടുന്നത്. നമ്മളൊക്കെ സാധാരണ റഹ്മത്തിൻ്റെ 10 കഴിഞ്ഞ് മഗ്ഫിറത്തിൻ്റെ 10 വരുമ്പോൾ തൗബ ചെയ്യാറുണ്ട്, ഇസ്തിഗ്ഫാർ പറയാറുണ്ട്. നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകൾ പൊറുപ്പിക്കാൻ, നമ്മൾ ജീവിതത്തിൽ പറ്റിപ്പോകുന്ന അബദ്ധങ്ങൾ അള്ളാഹുവിലേക്ക് ഏറ്റുപറയുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ അത് ഇസ്തിഗ്ഫാറാണ്. ഇസ്തിഗ്ഫാർ പല രൂപത്തിലുണ്ട്. ആ ഇസ്തിഗ്ഫാർ പല രൂപത്തിലുള്ളതിൽ ഏറ്റവും ഉന്നതമായ രൂപം സയ്യിദുൽ ഇസ്തിഗ്ഫാർ പറയലാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവനക്ക് കിട്ടുന്നത് വലിയ നേട്ടങ്ങളാണ്. ആദ്യം തന്നെ നമുക്ക് സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒരു മനുഷ്യൻ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം നമുക്ക് കേൾക്കാം. ഇത് ഒരു പക്ഷേ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് കേൾക്കുമ്പോൾ പല ഉമ്മമാരും ചിന്തിക്കുന്നുണ്ടാകും, ഉപ്പമാരൊക്കെ ഇതൊക്കെ ഞങ്ങൾ എന്നും പറയാറുള്ള ഉസ്താദേ, അങ്ങനെ പറയുന്ന ആളുകൾ. കാരണം അവർക്കൊക്കെ എല്ലാ ദിവസവും ഇത് മനഃപ്പാഠമാക്കിയിട്ട് എല്ലാ ദിവസവും പറയുന്ന ആളുകളുണ്ട്. പക്ഷെ ഇത് പലപ്പോഴും മറന്നുപോയ അല്ലെങ്കിൽ അറിയാത്ത പല ആളുകളും എൻ്റെ ഈ വീഡിയോ കേൾക്കുന്നവരുണ്ടാവാം. അപ്പോൾ അറിയുന്നവർക്കും അറിയാത്തവർക്കും ഒന്ന് ഉണർത്തിത്തരുകയാണ് ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. എന്താണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒരു മനുഷ്യൻ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വമൻ ഖാലഹാ ഫിന്നഹാരി മൂഖിനൻ ബിഹാ. ഒരാൾ പകലിൻ്റെ ആദ്യത്തിൽ, പകൽ അതായത് സുബ്ഹി നമസ്കാരത്തിന് ശേഷം ഒരാൾ പറഞ്ഞാൽ, മൂഖിനം ബിഹ അതായത് നല്ല ഉറച്ച വിശ്വാസത്തോടെ ഞാനിത് പറഞ്ഞാൽ എൻ്റെ തെറ്റുകൾ അള്ളാഹു പൊറുത്തു തരും, എൻ്റെ പാപങ്ങൾ പൊറുപ്പിക്കാൻ പറ്റുന്ന ഒരു ഇസ്തിഗ്ഫാറാണ് എന്ന് നല്ല മനസാന്നിധ്യത്തോടു കൂടി ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവനക്ക് കിട്ടുന്ന പ്രതിഫലം വൈകുന്നേര സമയം വരെ അവൻ എന്തെല്ലാം തെറ്റുകൾ ചെയ്യാൻ സാധ്യതയുണ്ടോ അത് മുഴുവനും അള്ളാഹു പൊറുത്തു തരുമെന്നാണ്. അഡ്വാൻസ് ആയിട്ട് അള്ളാഹു പൊറുത്തു തരുമെന്നാണ്. എന്ന് വെച്ച് ഇത് പറഞ്ഞിട്ട് ഒരാൾ തെറ്റ് ചെയ്യണമെന്നല്ല. അഥവാ പറ്റിപ്പോയാൽ, തെറ്റുകൾ സംഭവിച്ചു പോയാൽ അള്ളാഹു തആല അത് പൊറുത്തു തരുന്നതാണ്. ഒരാൾ പകലിൻ്റെ ആദ്യം അതായത് സുബ്ഹി നമസ്കാരത്തിന് ശേഷം പറഞ്ഞാൽ. ഇനി ഒരാൾ മഗ്രിബിന് ശേഷം പറഞ്ഞാലോ, അവൻ ആ രാത്രി കഴിഞ്ഞ് സുബ്ഹി വരെയുള്ള സമയത്ത് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു പോയാൽ അതും അള്ളാഹു പൊറുത്തു തരുന്നതാണ്. ഇതാണ് ഒരു പ്രതിഫലം. രണ്ടാമത്തെ ഒരു കൂലി എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? അതായത് പകലിൽ ഒരാൾ ഈ ഒരു ദിക്ർ പറഞ്ഞാൽ, ഈ ഒരു ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ, ഫമാത ഫി യൗമിഹി, അവൻ ആ പകലിൽ മരണപ്പെട്ടാൽ, ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗ്ഗ അവകാശികളിൽ പെട്ടിരിക്കുന്നു. പെടും, പെട്ടേക്കാം എന്നല്ല പറഞ്ഞത്, പെട്ടിരിക്കുന്നു.
അവൻ സ്വർഗ്ഗാവകാശികളിൽ പെട്ടവനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അത്രമാത്രം ശ്രേഷ്ഠതയുള്ള ഒരു വാക്യമാണ് ഇസ്തിഗ്ഫാർ. ഏത് ഇസ്തിഗ്ഫാർ? സയ്യിദുൽ ഇസ്തിഗ്ഫാർ. സയ്യിദ് എന്ന് പറഞ്ഞാൽ നേതാവ് എന്നാണ് അർത്ഥം. ഇസ്തിഗ്ഫാറുകളുടെ നേതാവ്. പ്രത്യേകിച്ച് ഈ ഒരു ദിക്റിന്, ഈ ഒരു പറയുന്ന വാക്യത്തിന് ഇസ്തിഗ്ഫാറിൻ്റെ നേതാവെന്ന് മാത്രമല്ല, നമ്മൾ പറയുന്ന കെലിമത്തുകൾ, വാക്കുകൾ, ദിക്റുകൾ, തസ്ബീഹുകൾ എല്ലാത്തിൻ്റെയും നേതാവ് എന്നും ഇതിന് അർത്ഥം ഉണ്ട്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഇൻഷാ അല്ലാഹ് അത് ഏതാണെന്ന് നമുക്ക് പറയാം. ഇനിയോ ഒരാൾ രാത്രി പറഞ്ഞാൽ, രാത്രി ഒരു മനുഷ്യൻ ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ അവൻ ആ രാത്രിയിലെങ്ങാനും മരണപ്പെട്ടാൽ അല്ലാഹു തആല അവനിക്കും സ്വർഗത്തിൻ്റെ അവകാശികളിൽ പെടാനുള്ള അവസരം നിർബന്ധമായും ഉറപ്പായും കൊടുക്കുന്നതാണ്. അള്ളാഹു ഇത് പറയാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് റമളാൻ മാസമാണ്. ഒരു പ്രാവശ്യം നമ്മൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ അത് 70ഉം 700ഉം 7000ഉം 70000ഉം 7 ലക്ഷവും 7 കോടിയും 70 കോടിയും ഒക്കെയായി അള്ളാഹു ഇരട്ടി 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 പ്രതിഫലം അള്ളാഹു നമുക്ക് തരുന്ന ദിനരാത്രങ്ങളിലൂടെയാണ് ഇനി നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ, ഉപ്പമാരെ, ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ നിങ്ങൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ എഴുതി വെക്കുകയോ മനഃപ്പാഠമാക്കുകയോ ചെയ്തിട്ട് ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് പറയാൻ പ്രത്യേകം ശ്രദ്ധിച്ചാൽ അത് മതി നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ. രണ്ടാമത്തെ 10ലാണ് നമ്മളുള്ളത്. അതിശ്രേഷ്ഠമായ ദിനങ്ങൾ വരികയാണ്. ബദർ ദിനമൊക്കെ നമ്മളിലേക്ക് ഇൻഷാ അല്ലാഹ് കടന്നു വരികയാണ്. എന്താണ് ബദർ ദിനം? എന്താണ് ബദരീങ്ങൾക്ക് വിജയം കിട്ടാനുള്ള കാരണം? അതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് ശേഷം പറയാം. അപ്പോൾ നമ്മൾ ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിൻ്റെ 2ാമത്തെ വെള്ളിയാഴ്ച രാവാണല്ലോ ഇന്ന്. ഈ രാവിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട ദിക്റുകളുണ്ട്, സ്വലാത്തുകളുണ്ട്. സ്വലാത്തിൻ്റെ സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. റമളാനിൽ സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ മുത്തറസൂലിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സമയമാണ്. അള്ളാഹുവിൻ്റെ ഹബീബിന് ഏറ്റവും കൂടുതൽ നമ്മളോട് ഇഷ്ടവും സ്നേഹവും നമ്മളോട് ഉണ്ടാകുന്ന ഒരു സന്ദർഭം അല്ലെങ്കിലും ഉണ്ട്. റമളാനിൽ പറഞ്ഞാൽ ഒരുപാട് സ്നേഹവും ഇഷ്ടവും നമ്മളോട് കൂടും. അപ്പോൾ അതുകൊണ്ട് സ്വലാത്തുകൾ അധികരിപ്പിക്കണേ. വെള്ളിയാഴ്ച രാവിൻ്റെ മര്യാദകൾ പാലിക്കണേ. നാളെ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചയുടെ സുന്നത്തുകൾ നമ്മൾ മറന്നു പോകരുതേ. ആ കൂട്ടത്തിൽ മറന്നു പോവണ്ട സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അല്ലാഹുമ്മ മഗ്ഫിർലി എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഇസ്തിഗ്ഫാറായി. അല്ലാഹുമ്മ മഗ്ഫിർലി, അല്ലാഹു എൻ്റെ പാപങ്ങൾ പൊറുക്കണേ എന്ന് പറഞ്ഞാൽ തന്നെ അത് ഇസ്തിഗ്ഫാറായി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ സയ്യിദുൽ ഇസ്തിഗ്ഫാറിൻ്റെ പൂർണ്ണമായ രൂപം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മഹാനായ ഇമാം ബുഖാരി തങ്ങൾ അവിടുത്തെ കിതാബിൽ അത് അതേ രൂപത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആ കെലിമത്തുകൾ മാറിപ്പോവാതെ നമ്മൾ അതേ രൂപത്തിൽ പറഞ്ഞാൽ ഒന്ന് നബിതങ്ങളുടെ വാക്ക് ഉച്ചരിച്ച പ്രതിഫലമാണ്, സുന്നത്ത് പ്രാവർത്തികമാക്കിയ പ്രതിഫലമാണ്, സയ്യിദുൽ ഇസ്തിഗ്ഫാർ പറഞ്ഞ പ്രതിഫലമാണ്, പാപമോചനത്തിന് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്ത പ്രതിഫലമാണ്. അപ്പോൾ ഒരുപാട് നേട്ടങ്ങളുള്ള സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇത് ഏത് സമയത്തും നമുക്ക് പറയാം. അതുപോലെ തന്നെ എത്ര പ്രാവശ്യം വേണമെങ്കിലും പറയാം. ഒരു പ്രാവശ്യമേ പറയാൻ പറ്റൂ അങ്ങനെയൊന്നുമില്ല. മാത്രമല്ല ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ പറയണമെങ്കിൽ വുളു വേണം എന്നൊന്നും ഒരു നിർബന്ധവുമില്ല. ആണുങ്ങൾക്കും പറയാം, പെണ്ണുങ്ങൾക്കും പറയാം, കുട്ടികൾക്കും പറയാം. എല്ലാ സമയത്തും നമുക്ക് പറയാൻ പറ്റിയ അതിശ്രേഷ്ഠമായതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഇനി സയ്യിദുൽ ഇസ്തിഗ്ഫാർ എങ്ങനെയാണ് ചൊല്ലേണ്ടത്, അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കാം. ആദ്യം തന്നെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സ്വനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു യഗ്ഫിറുദ് ദുനൂബ ഇല്ലാ അൻത. ഇതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. എൻ്റെ പൊന്നുസ്താദെ, ഇതെന്തോരമാണ്, ഇത് കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളാണല്ലോ എന്നൊന്നും ആരും കരുതണ്ട. വളരെ സിമ്പിളാണ്. ഇത് നമുക്ക് ആദ്യം കേൾക്കുമ്പോൾ ഇച്ചിരി പ്രയാസം പോലെ തോന്നും, പക്ഷേ വളരെ എളുപ്പമാണ്. നമുക്ക് അറിയാവുന്ന വാക്കുകൾ തന്നെയാണല്ലോ സയ്യിദുൽ ഇസ്തിഗ്ഫാറിലുള്ളത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ അർത്ഥം കൂടി എന്താണ് നമുക്ക് നോക്കിയിട്ട് നമുക്കത് കൂടുതൽ നമുക്കിപ്പോൾ തന്നെ ഒന്ന് ആവർത്തിച്ച് പറഞ്ഞ് നമുക്കത് പഠിക്കാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ആദ്യം നമ്മൾ പറഞ്ഞത് അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അന്ത. അല്ലാഹുമ്മ, അല്ലാഹുവേ, അൻത റബ്ബി, നീയാണ് എൻ്റെ രക്ഷിതാവ്. അല്ലാഹു, നീയാണ് എൻ്റെ രക്ഷിതാവ്. ലാ ഇലാഹ ഇല്ലാ അന്ത, നീ അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല അല്ലാ എന്നാണ്. ഖലഖ്തനി, അല്ലാഹുവേ, നീയാണ് എന്നെ സൃഷ്ടിച്ചത്. വഅന അബ്ദുക,
അല്ലാഹുവേ ഞാൻ നിന്റെ അടിമയാണ്. വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു. അല്ലാഹുവേ പടച്ചവനെ ഞാൻ നിന്റെ അടിമയാണ്. ഞാൻ എനിക്ക് സാധ്യമാകുന്നിടത്തോളം നിന്നോടുള്ള കരാറും നിന്നോടുള്ള ഉടമ്പടിയും പാലിക്കുന്നതാണ്. എന്താ കരാറും ഉടമ്പടിയും? അല്ലാഹുവേ ഞാൻ നിന്നെ ആരാധിച്ചു കൊള്ളാം, നീയാണ് എൻ്റെ രക്ഷിതാവ്, ഞാൻ നിനക്ക് സുജൂദ് ചെയ്യാം, റുക്കൂ ചെയ്യാം, നിസ്കരിക്കാം, നോമ്പ് പിടിക്കാം. ഇതൊക്കെ നമ്മൾ അള്ളാഹിനോട് ചെയ്തിട്ടുള്ള കരാറാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യും റബ്ബേ, അതൊക്കെ ഞാൻ പൂർത്തീകരിക്കും റബ്ബേ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെയോ വഅഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, മിൻ ശർരി മാ സ്വനഅതു, ഞാൻ പ്രവർത്തിച്ച തിന്മകളെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ് റബ്ബേ. അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി, അല്ലാഹുവേ ഞാൻ പ്രവർത്തിച്ച തിന്മകളെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഒരുപാട് ഉണ്ട് അല്ലാ, അതുപോലെ തന്നെ ഞാൻ ചെയ്ത പാപങ്ങൾ ഞാൻ നിന്നോട് സമ്മതിക്കുകയാണ് അല്ലാ. റബ്ബേ നീ എന്നോട് ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്, നീ എനിക്ക് ഒരുപാട് നന്മകൾ തന്നിട്ടുണ്ട്, അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ ഞാൻ നിന്നോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് റബ്ബേ, അതും ഞാൻ നിന്നോട് സമ്മതിക്കുകയാണ്. വീണ്ടും പറയുന്നു ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറുദ് ദുനൂബ ഇല്ലാ അന്ത, അല്ലാഹുവേ അതിനാൽ നീ എനിക്ക് എൻ്റെ പാപങ്ങൾ പൊറുത്തു തരണമേ, നിശ്ചയമായും നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല അല്ലാ എന്നാണ്. എൻ്റെ പൊന്നുസ്താദ് ഇത് ഇത്ര വലുതാ എന്നും ആരും ചിന്തിക്കേണ്ട. കാരണം ഇത് വളരെ സിമ്പിളാണ്. ഞാനിത് അർത്ഥം പറഞ്ഞപ്പോൾ ഇച്ചിരി വിശാലമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റിയ ഒരു ഇസ്തിഗ്ഫാറാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാറുകളുടെ നേതാവാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഇപ്പോൾ തന്നെ ഒരു 11 പ്രാവശ്യം നമുക്ക് നല്ല ആത്മാർത്ഥതയോടുകൂടി ചെല്ലാം. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. ഒന്നുകൂടി പറഞ്ഞേ, اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت
أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت ഇതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഇത് നമ്മൾ കാണാതെ തന്നെ പറയണമെന്നില്ല, നമുക്ക് കണ്ടു പറഞ്ഞാലും മതി. ഈ പറഞ്ഞത് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് പറയാം, അതിലൊരു പേപ്പറിൽ എഴുതിയെടുത്തിട്ട് നിങ്ങൾക്ക് പറയാം, ഒരു കുഴപ്പവുമില്ല. എങ്ങനെ പറഞ്ഞാലും പ്രതിഫലമാണ്. അപ്പോൾ ഇൻഷാ അള്ളാഹ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ മറന്നു പോവണ്ട. അതിശ്രേഷ്ഠമായ ഒരുപാട് ഗുണങ്ങളുള്ള ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിൻ്റെ നേതാവാണെന്നാണ്. ഒരുപാട് നേട്ടമുള്ള ഒരു വലിയ മഹാൻ മരണപ്പെട്ടു. അദ്ദേഹം മരണപ്പെട്ട് 3-ാമത്തെ ദിവസം അദ്ദേഹത്തെ ശിഷ്യന്മാർ സ്വർഗത്തിൽ കണ്ടു. ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദേ, നിങ്ങളിൽ എന്ത് കാര്യമാണ്, എന്ത് നന്മയാണ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? അപ്പോൾ ആ സമയത്ത് ആ അധ്യാപകൻ, ആ ഉസ്താദ്, ആ ഗുരു പറഞ്ഞു കൊടുത്തത്, മക്കളെ, ഞാൻ നിങ്ങൾക്ക് ഒരുപാട് വർഷം കിതാബ് പഠിപ്പിച്ചു തന്നു, ഞാൻ ഒരുപാട് നിസ്കരിച്ചു, നോമ്പ് പിടിച്ചു, ഒരുപാട് ഹജ്ജ് ചെയ്തു, ഖുർആൻ ഓതി, പക്ഷെ അള്ളാഹുവിന് എന്നിൽ നിന്നും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഞാൻ എല്ലാ ദിവസവും സയ്യിദുൽ ഇസ്തിഗ്ഫാർ പറയുമായിരുന്നു, ഒരൊറ്റ പ്രാവശ്യമേ പറയുമായിരുന്നുള്ളൂ, അതാണ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇസ്തിഗ്ഫാർ അത് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് സയ്യിദുൽ ഇസ്തിഗ്ഫാർ മറന്നു പോവണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് നിത്യമായി നമുക്ക് പറയാനുള്ള വലിയ ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മത്തിന്റെ 10 വിട പറയുന്നു, മഗ്ഫിറത്തിന്റെ 10 കടന്നു വരുന്നു. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. ഇത് നിത്യമായി പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പടച്ചവൻ നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും നമ്മളോടൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ഈ റമളാനിൻ്റെ 2-ാമത്തെ വെള്ളിയാഴ്ച രാവിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ പ്രയാസ പ്രശ്നങ്ങൾ മാറ്റി തരുമാറാവട്ടെ. ദുഃഖങ്ങൾ, സങ്കടങ്ങൾ അല്ലാഹു തആല മാറ്റി എല്ലാവിധ ഖൈറും എല്ലാവിധ ബറക്കത്തും അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അല്ലാഹു നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.